ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വം എൻ്റെ കൈകളിലാണെന്നും അതുകൊണ്ട് തന്നെ നിനക്ക് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും സന്ധ്യ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ചെന്ന് പറഞ്ഞാലും ശരി, ഇതിന് ഞാൻ എന്താണെങ്കിലും തീർത്തിരിക്കും. ഇത് കേൾക്കുന്ന സന്ധ്യ ദേഷ്യത്തോടെ അവന്തികയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തിക സന്ധ്യയെ തിരിച്ചു തല്ലാനൊരുങ്ങുമ്പോൾ അവന്തികയുടെ കൈ തടഞ്ഞു നിർത്തുകയാണ് സന്ധ്യ. നീ സെക്യൂരിറ്റിനെയോ പോലീസിനെയോ ആരെ വേണമെങ്കിലും വിളിച്ചോ, ഈ അവന്തികയ്ക്ക് ആരെയും പേടി പോലുമില്ല. എല്ലാവരെയും വരുത്തിക്ക് നിർത്തുന്നത് എങ്ങനെയാണെന്ന് അവന്തിക കാണിച്ചു തരാമെന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, അതിന് പോലീസും പട്ടാളവും നിന്നെ ഒതുക്കാനായി വേണ്ടല്ലോ. അന്ന് പറതയിട്ട് നിന്നെ വീട്ടിൽ കയറി തല്ലിയതേ ഞാൻ തന്നെയാണ്. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. കൂടുതൽ ഷോ കാണിക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കുന്ന സന്ധ്യ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഇതിനെ കൊല്ലാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ ഒന്നുമല്ല ഞാൻ വന്നത്. പക്ഷേ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി. നീ എന്താണെങ്കിലും നിന്റെ അർച്ചനോട് പോയി പറഞ്ഞിര്, അവളെയും കുഞ്ഞിനെയും ഞാൻ എന്താണെങ്കിലും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന്. നീ നന്ദനോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. അതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട്, സൂക്ഷിച്ചോളാൻ പറഞ്ഞുകൊണ്ട് സന്ധ്യ അവന്തിക അവിടെ നിന്നും ഇറക്കി വിടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധനെയാണ്. അവന്തിക അർച്ചനയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിന് അവന്തികയെ വഴക്ക് പറയുകയാണ് അനിരുദ്ധൻ. നിന്റെ ചേട്ടൻ തന്നെ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയേനെ. അവിടെ വെച്ച് നിന്നെ പോലീസ് പിടിച്ചിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? പത്രവാർത്തയും മീഡിയക്കാരും ആകെ നാണക്കേടായേനെ. ഞാൻ ആരാണെന്ന് ആ നെല്ലിശ്ശേരിക്കാർക്ക് എനിക്ക് കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ചും അവളെ എൻ്റെ അനിയത്തി എന്ന് പറയുന്ന നടക്കുന്നവളുണ്ടല്ലോ, അവളെ തന്നെ വേണം ആദ്യം തീർക്കാൻ. നിന്റെ സമയം വരും അവന്തികയെ, അതുവരെ പത്തി താഴ്ത്തി വേണം നീ ഇരിക്കാൻ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം നീ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പോറ്റിയെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും എൻ്റെ ശത്രുക്കളെല്ലാം ഒരുമിച്ച് കെട്ടാനുള്ള ആയുധം തന്നെയാ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്നും അവന്തിക പറയുന്നു. നിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് എന്താണെന്ന് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ മക്കളെയും വട്ടപൂജ്യമാക്കി തെരുവിലേക്ക് ഇറക്കിവിടാൻ, എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ചോര അയാൾ കെട്ടി ഉയർത്തിയതെല്ലാം തന്നെ ഞാൻ എൻ്റെ കൈപ്പിടിയിലാക്കിയിരിക്കും. എന്നാലും അതെന്താണെന്ന് അമ്മാവനോട് പറഞ്ഞൂടെ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ സമയമാകട്ടെ അപ്പോൾ പറയാമെന്ന് അവന്തിക പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ലച്ചു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. തന്നെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ലച്ചു അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് ഫോൺ ചെയ്തുകൊണ്ട് സച്ചി റിസപ്ഷൻ്റെ അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയുടെ ശബ്ദം കേൾക്കുന്ന ലച്ചു പെട്ടെന്ന് തന്നെ തൻ്റെ സാരി കൊണ്ട് മുഖം മുഴുവൻ മറയ്ക്കുകയാണ്. അതിനുശേഷം ലച്ചു പെട്ടെന്ന് അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ സച്ചി ലച്ചുവിനെ ശ്രദ്ധിക്കുകയും പിന്നാലെ ചെല്ലുകയും ചെയ്യുന്നു. എന്നാൽ പാതി വരെ ചെല്ലുന്ന സച്ചിക്ക് ലച്ചുവിനെ കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നിയതാകും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോകുമ്പോൾ മറഞ്ഞിരിക്കുന്ന ലച്ചു പുറത്തേക്ക് വരികയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്ന സച്ചിയാണ്. തുടർന്ന് തനിക്കിപ്പോൾ ലച്ചുവിനെ കണ്ടതേ തോന്നിയ കാര്യങ്ങളും ഒക്കെ തന്നെ സച്ചി പറയുമ്പോൾ ആദ്യ പ്രണയമായതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് സച്ചിയെ കളിയാക്കുകയാണ് അർച്ചന. അതേസമയം ഒരു സിസ്റ്റർ വന്ന് ഡോക്ടർ ഷാനിയുടെ റൂമിലേക്ക് സച്ചിയോട് ചെല്ലാനായി പറയുന്നു. അങ്ങനെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു സിസ്റ്റർ പറയുകയാണ്, അത് പിന്നെ ഇഷാനി ഡോക്ടറിന് ഒരു എമർജൻസി വന്ന് 5ാം വാർഡിലേക്ക് പോയി. അപ്പോഴാണ് കാർഡിയോളജി വാർഡിന്റെ മുമ്പിൽ നിന്ന് ശ്വാസം വിടാനായി ബുദ്ധിമുട്ടുന്ന ലച്ചുവിനെ സച്ചി കാണുന്നത്. തുടർന്ന് ലച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സച്ചി പിന്നാലെ ചെല്ലുകയാണ്. ലച്ചു എന്താ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ബന്ധുവിന്റെ കാര്യം പറഞ്ഞില്ലേ, ബന്ധു അവിടെയാ ഉള്ളതെന്ന് ലച്ചു പറയുകയാണ്. ബന്ധുവിൻ്റെ പേരെന്താണെന്ന് സച്ചി ചോദിക്കുമ്പോൾ പേരറിയാതെ വിൽക്കുന്ന ലച്ചുവിനെയാണ് കാണിക്കുന്നത്. അത് പിന്നെ വീണ എന്നാ പേര്. അല്ല, എന്താ തൻ്റെ ബന്ധുവിന് രോഗമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഹൃദയം ചുരുങ്ങുന്ന രോഗമാണെന്നും അവൾ അതിൻ്റെ ചികിത്സയിലാണെന്നും ലച്ചു പറയുന്നു. എനിക്ക് അവരെ ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ലച്ചു. തുടർന്ന് ആ കുട്ടിയെ എനിക്കിപ്പോൾ കാണാൻ സാധിക്കുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അല്പം ധൃതിയുണ്ടെന്ന്, ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ മയക്കത്തിലായിരിക്കും, അതുകൊണ്ട് പിന്നെ കാണാമെന്നും പറഞ്ഞ് ലച്ചു ഒഴിഞ്ഞു മാറുകയാണ്. അല്ല, അർച്ചനയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ലച്ചു ചോദിക്കുമ്പോൾ അല്പം ആശ്വാസമുണ്ടെന്ന് സച്ചി പറയുന്നു. തുടർന്ന് ലച്ചു അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഡോക്ടർ ഇഷാനിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എന്നാൽ പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ മാറിയിട്ടില്ലെന്നും ഇഷാനി പറയുന്നു. നാളെ മുതൽ അർച്ചനയ്ക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങാം, പക്ഷേ സച്ചി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. പറയുന്നത് സച്ചി ശ്രദ്ധിച്ചു കേൾക്കണമെന്നും അത് അർച്ചനയുടെ കാര്യത്തിൽ പ്രായോഗികമാക്കണമെന്നും ഇഷാനി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.